വലിയ നിക്ഷേപ സാധ്യതകൾ തുറന്നിടുന്നു. ഒരുപാട് സംരംഭകര ഇവിടെ വ്യവസായം ചെയ്യാൻ, സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള സന്നദ്ധത അറിയിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കരൺ അദാനി ഏത് രീതിയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 30,000 കോടിയിലധികം ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആസാദ് മൂപ്പൻ ഇവിടെ പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ട്. 850 കോടിയുടെ പദ്ധതി വികസന പ്രവർത്തനങ്ങൾക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അത്തരത്തിൽ ബിഗ് ഇൻഡസ്ട്രീസ് മാത്രമല്ല, സ്മോൾ സെയിൽ ഇൻഡസ്ട്രീസ്, സ്റ്റാർട്ടപ്പുകളൊക്കെ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവില്ല. ഉറപ്പായും. ഇപ്പോൾ നിതിൻ ഗഡ്കരി 50,000 കോടിയുടെ റോഡ് പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് MA യൂസഫിലെ ലുലു ഗ്രൂപ്പ് കളമശ്ശേരിയിൽ ഈ പറഞ്ഞതുപോലെ കോൾഡ് സ്റ്റോറേജും ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റും ആരംഭിക്കാൻ, അതുപോലെ ജിയോ ഈ കേബിൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഒരു 850 കോടിയുടെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ അറിയാൻ താല്പര്യം ശരത്ത്, താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾ, സ്റ്റാർട്ടപ്പുകളൊക്കെ അതിൻ്റെയൊക്കെ ഒരു നിക്ഷേപ യുവാക്കൾ ഉച്ചകോടിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പറഞ്ഞല്ലോ, നമുക്ക് ക്വിക്കായിട്ട് പറയാം. ട്രേഡ് യൂണിയൻ നേതാക്കളെ അടക്കം വിളിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മുടെ വ്യവസായത്തിന്റെ വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. സെൻട്രൽ ട്രേഡ് യൂണിയനുകളെ, അവരുടെ പ്രതിനിധികളെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുകിട സംരംഭകർ, ഈ 5000 പ്രതിനിധികളിൽ വലിയൊരു ശതമാനം നമ്മൾ ഈ കാണുന്ന, ഈ മേൽത്തട്ടിൽ കാണുന്ന വലിയ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ചെറുകിടക്കാരായിട്ടുള്ള അവരുടെ സംരംഭങ്ങളുടെ പ്രതിനിധികൾ എത്രയോ ആളുകളെ നമ്മൾ കണ്ടു. ആ ചെറുകിടക്കാർക്ക് വലിയ ആശ്വാസകരമായ ഒരു തീരുമാനം കൂടി വന്നു കഴിഞ്ഞ ദിവസം. അതായത് കാറ്റഗറിയിൽപ്പെട്ട ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഈ സംരംഭങ്ങൾക്ക്, ചെറുകിട സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസേ വേണ്ട, ഉൽപ്പാദന മേഖലയ്ക്കാണ് ഓർക്കേണ്ട കാര്യം. അതുപോലെ തന്നെ K-SWIFTിലൂടെ ഡീംഡ് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയാൽ 3.5 വർഷം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മുന്നോട്ട് പോകാം. പണമിറക്കി തൊഴിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. അതിലൂടെ റിട്ടേൺ ഉണ്ടാക്കാം. ആ 3.5 വർഷക്കാലം കൊണ്ട് നമ്മളുടെ ഡോക്യുമെന്റുകൾ സഫീഷ്യന്റ് ആക്കിയാൽ മതി. അപ്പോൾ K-SWIFT അതുകൊണ്ടാണ് നമുക്ക് മിനിറ്റുകൾ കൊണ്ട് കേരളത്തിൽ വ്യവസായം നടക്കും എന്ന് പറയുന്നത് അത് അതിശയോക്തിപരമല്ല, അത് വസ്തുതയാണ്. നമ്മുടെ രാജ്യത്ത് വേണമെങ്കിൽ എത്രയോ മാസങ്ങൾ എടുക്കും. ദുബൈയിൽ പോലും കേവലം മിനിമം ഒരു ദിവസം വേണം. ഒരു വ്യവസായത്തിന് നമ്മൾ പോർട്ടലിൽ എല്ലാ പേപ്പേഴ്സും പ്രോപ്പറായി സബ്മിറ്റ് ചെയ്താൽ ഒരു ദിവസം എടുക്കും. ഇവിടെ മിനിറ്റുകൾ മതി. അത് വിപ്രോ ബ്രാഹ്മിൺസിന്റെ MD തന്നെ പറഞ്ഞ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.